മലയാളികളുടെ ഹൃദയത്തിൽ ഇന്നും മുഴങ്ങുന്ന ഒരുപിടി അനശ്വര ഗാനങ്ങൾക്ക് വരികൾ സമ്മാനിച്ച ഗാനരചയിതാവും കവിയുമായ പൂവച്ചൽ ഖാദറിന്റെ സ്മരണകൾക്ക് സാക്ഷിയാകേണ്ടിയിരുന്ന പാർക്കിൽ ഇന്ന് നിശബ്ദതയും കാടും മാത്രമാണ് ബാക്കി. കോവിഡ് മഹാമാരിക്കാലത്ത് വിട പറഞ്ഞ കവിയെ സ്വന്തം നാടുപോലും മറന്നുവെന്ന വേദനയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. പൂവച്ചൽ എന്ന ഗ്രാമത്തിന്റെ പേര് കേരളത്തിനകത്തും പുറത്തും പരിചിതമാക്കിയത് പൂവച്ചൽ ഖാദറിന്റെ ഗാനങ്ങളായിരുന്നു. പഴയ തലമുറയുടെ ഗൃഹാതുരത്വവും പുതിയ തലമുറയുടെ ആസ്വാദനവും ഒരുപോലെ നേടിയ ആ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. എന്നാൽ ആ ഗാനങ്ങളുടെ സൃഷ്ടാവിന്റെ ഓർമ്മകൾ സംരക്ഷിക്കാനുള്ള ശ്രമം ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട നിലയിലാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് കാട്ടാക്കട കോട്ടൂർ റോഡരികിലുള്ള പൂവച്ചൽ പഞ്ചായത്തിലെ മിനി നഗർ നക്രംചിറയും പരിസരവും സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെ മിനി ഡെസ്റ്റിനേഷൻ പോയിന്റായി വികസിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചിരുന്നു. പൂവച്ചൽ ഖാദറിന്റെ സ്മരണയ്ക്കായി ഒരുക്കുന്ന പാർക്ക് എന്ന നിലയിലായിരുന്നു നാട്ടുകാർ ഈ പദ്ധതിയെ കണ്ടത്. സ്വന്തം നാടിനെ ലോകത്തിന് പരിചയപ്പെടുത്തിയ കവിക്ക് ജനങ്ങൾ നൽകാനിരുന്ന ആദരാഞ്ജലിയായിരുന്നു ഈ സ്വപ്ന പദ്ധതി. ഏകദേശം 1.5 കോടി രൂപ ചെലവിൽ 2 ഘട്ടങ്ങളിലായി നടപ്പാക്കാനിരുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി സാംസ്കാരിക വകുപ്പ് 50 ലക്ഷം രൂപയും പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ശുചിത്വ മിഷൻ 13 ലക്ഷം രൂപയും അനുവദിച്ചു. പാർക്ക്, ഇരിപ്പിടങ്ങൾ, ശൗചാലയം, അലങ്കാര ലൈറ്റുകൾ, പ്രഭാത സായാഹ്ന സവാരിപ്പാത, കലാപരിപാടികൾക്കുള്ള വേദി, സംരക്ഷണ മതിൽ, ഇന്റർലോക്ക് നടപ്പാത, കുളത്തിന് ചുറ്റുമുള്ള സൗന്ദര്യവൽക്കരണം, റോഡരികിലെ വേലി എന്നിവയുടെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയിരുന്നു. പദ്ധതിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ആശയം കുളത്തിനു കുറുകെ ഒരു മനോഹര പാലം നിർമ്മിക്കുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളും നിലയ്ക്കുമോ എന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ പഞ്ചായത്ത് തന്നെ വിട്ടു നൽകിയ സ്ഥലത്ത് 1 ഏക്കർ ഭൂമിയിൽ കുളവും ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പാർക്ക് നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടം 50 ലക്ഷം രൂപയും രണ്ടാമത് വീണ്ടും 50 ലക്ഷം രൂപയും അനുവദിച്ചു. എന്നാൽ ആദ്യഘട്ടത്തിലുള്ള പണി മാത്രമാണ് അവിടെ നടന്നത്. അതിനുശേഷമുള്ള പണികളൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ആദ്യഘട്ടത്തിൽ NRGSൻ്റെ ഭാഗമായി 20 ലക്ഷവും അതുപോലെ തന്നെ കുളം നവീകരണത്തിന് വേണ്ടിയുള്ള ചുറ്റുമതിലിന് വേണ്ടി 18 ലക്ഷവും രൂപ അനുവദിച്ച് അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് ടേക്ക് എ ബ്രേക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി 13 ലക്ഷം രൂപയും അനുവദിച്ചതിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കിയിരുന്നു. നിർഭാഗ്യവശാൽ സർക്കാരും മാറി, പഞ്ചായത്ത് ഭരണം മാറി. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്ന് 7 മാസമായിട്ടും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. പ്രദേശത്ത് ഇന്റർലോക്ക് പാകുന്നതിനായി എത്തിച്ച കല്ലുകൾ മോഷണം പോകുകയും ഇത് സംബന്ധിച്ച് കരാറുകാരനും പഞ്ചായത്തിനും പരാതി നൽകിയെങ്കിലും ഫലപ്രദമായ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പാർക്ക് നിർമ്മിക്കേണ്ടിയിരുന്ന സ്ഥലം മുഴുവൻ കാടുകയറി നശിക്കുകയാണ്. കുളത്തിന്റെ ഒരു വശം സാമൂഹിക വിരുദ്ധരുടെ താവളമായും മദ്യപാനികളുടെ കേന്ദ്രമായും മാറിയിരിക്കുകയാണ്. പൂവച്ചലിനെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ കവിക്ക് അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു സ്മാരക പാർക്ക് പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത് സാംസ്കാരിക കേരളത്തിന് തന്നെ അപമാനമാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്ത് ഭരണസമിതിയും സർക്കാരും ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് പദ്ധതി ഉടൻ പൂർത്തിയാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. റേഡിയോ തുറന്നാലും പഴയ സിനിമാ ഗാനങ്ങൾ കേട്ടാലും ഉത്സവവേദികളിൽ സംഗീതമുയർന്നാലും ഇന്നും മലയാളികളുടെ ചുണ്ടുകളിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾ ജീവിക്കുന്നു. എന്നാൽ ആ വരികൾക്ക് ജന്മം നൽകിയ കവിയുടെ ഓർമ്മകൾ കാടിനടിയിൽ മാഞ്ഞു പോകുമോ എന്നതാണ് നാട്ടുകാരുടെ മനസ്സിലുയരുന്ന ചോദ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.